ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഗ്രേപ്പിങ്ങിന് പോയിട്ടുള്ള ഞങ്ങളുടെ വൺ ഡേ സ്പെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ കിച്ചണറിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ കിച്ചണറിന്ന് ഗ്രേപ്പിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ രാവിലെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഉച്ചര ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ കിച്ചണറിന്ന് GPS ഒക്കെ ഇട്ട് ഗ്രിംസ്ബിയിലേക്ക് വെച്ച് പിടിച്ചു. പിന്നെ ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഹൈവേ ഒക്കെ ഒഴിവാക്കി കുറച്ചും കൂടി റീജിയണൽ റോഡ് പിടിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ അവിടെ എത്തിയത്. വൺസ് നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവർ നമുക്കൊരു വലിയ കൊട്ട തരും. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ കട്ടറും തരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൊട്ടയും പിടിച്ച് നേരെ ഗ്രേപ്പിങ്ങിന് പോയി. എല്ലാവർക്കും ഒന്നും കട്ടറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ കട്ടറില്ലാണ്ട് തന്നെയാണ് പൊട്ടിക്കണത്. നമ്മളിങ്ങനെ കൈനെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ഭയങ്കര ഫ്രഷ് മുന്തിരീസാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല ഇത് സീഡുള്ള മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് ഈ മുന്തിരിനെ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാനോ വൈൻ ഉണ്ടാക്കാനോ ഒക്കെയാണ് പറ്റുക. ഭയങ്കര ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്കതങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ള കോൺകോട്ട് ഗ്രേപ്സ് എന്നാണ് ഈ വെറൈറ്റീനെ നമ്മൾ പറയാം. അങ്ങനെ ഞങ്ങൾ കൊട്ട നിറച്ച് മുന്തിരി പൊട്ടിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതിനെ മുഴുവൻ കഴുകണം. അങ്ങനെ നമ്മൾ ഓരോ ബാച്ചായിട്ട് ഇതിനെ ഫുൾ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി, തണുത്ത വെള്ളത്തിൽ ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അത് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കഴുകി ഇതിനെ ഓരോന്നായിട്ട് ഇനി നമ്മൾ ഈ ഗ്രേപ്പിൻ്റെ ബഞ്ചസ് ഇങ്ങനെ അടർത്തി എടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ മുന്തിരിയായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കൊല ഇങ്ങനെ എടുത്തു, അതിനെ നമ്മൾ പിന്നെ അടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ ഫുൾ കേസും നമ്മളങ്ങനെ ചെയ്യണം. അങ്ങനെ നമ്മൾ അടർത്തി ഓരോ ബാച്ചായിട്ട് ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മുന്തിരിനെ അടർത്തിയിട്ട് ഓൾറെഡി ഞാൻ കുറച്ച് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പായസത്തിന് ഇളക്കണ പോലെ ഇളക്കി ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഇത് പൊക്കുമ്പോൾ കണ്ടോ ഭയങ്കര കളർഫുള്ളാണ്. അങ്ങനെ നമ്മൾ ഈ സാധനത്തിനെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് ഇവിടുത്തെ പാസ്ത മേക്കറിൻ്റെ ഒരു പാത്രമില്ലേ, അതിനകത്താണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഒരു അരിപ്പുണ്ട്. ആ അരിപ്പ പോലത്തെ സാധനത്തിനെ ഞാൻ താഴത്തോട്ട് ഇറക്കി എന്നിട്ട് ഞാൻ കപ്പ കൊണ്ട് കോരി എടുത്ത് വെക്കുക ചെയ്തത് കേട്ടോ. പിന്നെ എനിക്കിത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം ഓർമ്മ വന്നു. നമ്മൾ ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ടീച്ചർ പറയില്ലേ നമ്മളോട്, ചെമ്പരത്തി പൂവിൻ്റെ ഇതളെടുത്ത് പേപ്പറിൽ ഉരച്ച് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കി ലൈം ജ്യൂസിൻ്റെ ഒക്കെ മുക്കി കഴിയുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. അതുപോലത്തെ ഒരു സാധനമാണ് ഈ മുന്തിരീൻ്റെ. അതെനിക്കെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഞാനിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രേപ്പ് വൈൻ കളറല്ലേ ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാനിതിനെ കഴുകാൻ നേരത്ത് സോപ്പ് ഇട്ടപ്പോൾ സോപ്പ് ആൽക്കലൈൻ അല്ലേ, സോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഫുൾ വയലറ്റ് കളറായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അപ്പോൾ ഒരു ലിറ്റ്മസ് പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. എന്താണ് ആ കണ്ടൻറ്റിന് പറയണമെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനിങ്ങനെ നമ്മുടെ സ്കൂൾ മെമ്മറീസൊക്കെ എനിക്ക് വന്നു. ഇപ്പോൾ ജ്യൂസ് കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് ഗ്രേപ്പ് ജ്യൂസ് ബോട്ടിലിൽ വാങ്ങിക്കുന്ന ആ കറക്റ്റ് ഗ്രേപ്പ് ജ്യൂസിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. ഭയങ്കര യമ്മിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.